അമൃത്സറിലെ സിഖുകാരുടെ പുണ്യ സ്ഥലമാണ് സുവർണക്ഷേത്രം എന്ന് പറയുന്നത്. ഈ സുവർണക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു ആക്രമണം നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സിഖുകാരുടെ പുണ്യസ്ഥലമായ സുവർണക്ഷേത്രത്തിൽ അജ്ഞാതനായ ഒരു യുവാവാണ് അവിടെ ഭക്തരെ ആക്രമിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭക്തരെ ഇയാൾ വടികൊണ്ട് അടിക്കുകയും ഭക്തരെ വലിയ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച നടന്ന ഈ സംഭവത്തിൽ ബത്തിയയിൽ നിന്നുള്ള ഒരു സിഖ് യുവാവിന്റെ നില ഗുരുതരമാണെന്നാണ് പറയപ്പെടുന്നത്. അമൃത്സറിലെ ശ്രീ ഗുരു രാംദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ചിലെ അത്യാഹിത വിഭാഗത്തിൽ ഈ യുവാവ് ഇപ്പോൾ ചികിത്സയിലാണെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് എന്ത് തരം ആക്രമണമാണ് അവിടെ നടന്നത് എന്നറിയാനായി സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. അതിനാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. സ്രോതസ്സുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് സുവർണക്ഷേത്രത്തിൽ ആളുകളെ ആക്രമിച്ചതിന് പ്രതിയെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്ക് പിന്നിൽ വേറെ ഏതെങ്കിലും സംഘമുണ്ടോ എന്നും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും ഭക്തരെ ആക്രമിച്ച വ്യക്തിയുമായി ചേർന്ന് രണ്ടാം പ്രതി റെയ്ക്കി നടത്തിയതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിവരം നൽകിയിട്ടുണ്ട്. എന്തായാലും പഴയ ഗുരു രാംദാസ് സരായയുടെ ഉള്ളിലാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി കിച്ചണ് സമീപമുള്ള ഏറ്റവും പഴയ ഗുരു രാംദാസ് സരായയിലാണ് ആക്രമണം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി പെട്ടെന്ന് ഭക്തരെ വടികൊണ്ട് അടിക്കുകയായിരുന്നു. എന്താണ് ഇതിന് പിന്നിലെ ചേതോ വികാരം എന്നുള്ളതൊന്നും വ്യക്തമല്ല. ഈ പ്രതിക്ക് മറ്റേതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ, ഈ പ്രതി വേറെ ഏതെങ്കിലും തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഇനി പോലീസിന് മറുപടി ലഭിക്കേണ്ടതാണ്. സാധാരണ അമൃത്സറിലെ ഈ സുവർണക്ഷേത്രത്തിനുള്ളിൽ ആക്രമണം നടന്ന ഒരു വലിയ വാർത്തയായി ഇപ്പോൾ പഞ്ചാബിൽ കത്തിപ്പടരുകയാണ്. എന്താണ് ഇതിന് പിന്നിൽ മോട്ടീവ് എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. PS കോട്ട്വാലി SHO സർമേൽ സിംഗാണ് ഇത് പറഞ്ഞത്. ശിരോമണി ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റി സുൽഫാൻ എന്ന വ്യക്തിയെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. സുവർണ ക്ഷേത്ര സമുച്ചയത്തിൽ ഒരു സംഘർഷമുണ്ടായി. ഇതിൽ ഇരുവിഭാഗങ്ങളിലെയും ആളുകൾക്ക് പരിക്കേറ്റു എന്നാണ് അദ്ദേഹം പറയുന്നത്. SGP തൊഴിലാളികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇത് ഒരു മതവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമാക്കി ഇതിനൊരു കമ്മ്യൂണിറ്റി ഒരു നിറം നൽകരുത്, ഒരു വയലൻസിന്റെ നിറം നൽകരുത്. ഇത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സാധാരണ പ്രശ്നമാണെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. എന്നാൽ രാഷ്ട്രീയക്കാരടക്കം ഇപ്പോൾ പറയുന്നത്, അവിടെയുള്ള കോൺഗ്രസ്സുകാരടക്കം പറയുന്നത് അങ്ങനെയല്ല എന്നാണ്. നിങ്ങൾ പോലീസ് പലതും മറച്ചു വെക്കുന്നു എന്നാണ് പറയുന്നത്. എന്ത് തന്നെയല്ല, ഇപ്പോൾ പ്രതികളെ പിടിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ പ്രതികളുടെ മൊഴിയെടുക്കൽ അടക്കം ഇപ്പോൾ നടക്കുകയാണ്. അതിൽ നിന്ന് വേണം ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ എന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.